Problem: evaluate integral 0 to 3, integral 0 to 4, integral x is equal to y by 2 to x is equal to y by 2 plus 1, 2x minus y by 2 plus z by 3, dx, dy, dz. Okay, by applying the transformation, u is equal to 2x minus y all divided by 2 and v is equal to y by 2 and w is equal to z by 3. So in this case, here we have to given the transformation u is equal to 2x minus y by 2 and v is equal to y by 2 and w is equal to z by 3. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ട്രാൻസ്ഫോർമേഷൻസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബൈ യൂസിങ് ട്രാൻസ്ഫോർമേഷനാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇനി എന്ത് ചെയ്യണം, എക്സിനെയും വൈനെയും സെഡിനെയും ഇൻ ടേംസ് ഓഫ് യു വി ഡബ്ല്യു ഒക്കെ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ കൺസിഡർ ചെയ്യാം, ഇതിൽ നിന്ന് നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഏതിനെയാണോ ഇൻ ടേംസ് ഓഫ് യു എൻ വി ഒക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത് അത് ഫസ്റ്റ് എടുക്കാം. സോ ഇവിടെ നിന്ന് ഇത് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് y ഇസ് ഈക്വൽ ടു 2v എന്ന് നമുക്ക് പറയാം. അതായത് ഈ 2നെ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി സിമിലർലി നമ്മൾ w ഇസ് ഈക്വൽ ടു z ബൈ 3, അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, z ഇസ് ഈക്വൽ ടു 3w എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അതും നമുക്ക് പെട്ടെന്ന് കിട്ടിയതാണ്. അതായത് ഈ ഡിവൈഡഡ് ബൈ 3നെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ യു സിക്വൽ ടു യുവിനെ മാറ്റി എഴുതും അല്ലേ. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, 2u ഇസ് ഈക്വൽ ടു 2x മൈനസ് y എന്ന് വരും അല്ലേ. അതായത് നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു ആണ് എഴുതേണ്ടത്. സോ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 2x ഈസ് ഈക്വൽ ടു 2u പ്ലസ് y എന്ന് നമുക്ക് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തുണ്ട്, 2x ഇസ് ഈക്വൽ ടു 2u പ്ലസ് വൈക്ക് പകരം നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 2v സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക അല്ലേ. അപ്പോൾ എല്ലാത്തിലും ഒരു 2 കോമൺ ആണ്. സോ 2 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ 2x ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു യു പ്ലസ് വി എന്ന് നമുക്ക് വരും. 2 2 ക്യാൻസൽ ചെയ്ത് പോകും, വിച്ച് ഇംപ്ലൈസ് ദാറ്റ് എക്സ് ഇസ് ഈക്വൽ ടു യു പ്ലസ് വി എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി, y ഇസ് ഈക്വൽ ടു 2v ആൻഡ് z ഇസ് ഈക്വൽ ടു 3w ആൻഡ് x ഇസ് ഈക്വൽ ടു u പ്ലസ് v എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്തത്, എക്സിനെയും വൈനെയും സെഡിനെയും ഇൻ ടേംസ് ഓഫ് യു വി ഡബ്ല്യു ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തു. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം, ജാക്കോബിയൻ കണ്ടുപിടിക്കണം അല്ലേ. കാരണം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻസിനെ കൺവേർട്ട് ചെയ്ത് ജാക്കോബിയൻ എന്ന് പറയുന്ന ഒരു ടേം അവിടെ വേണം. സോ നമ്മൾ ജാക്കോബിയൻ കണ്ടുപിടിക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. സോ ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു ഇസ് ഈക്വൽ ടു എക്സിനെ വിത്ത് റെസ്പെക്റ്റ് യുവിലും വി ഡബ്ല്യൂവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം, വൈ എടുക്കുക, അതിനെ യു വി ഡബ്ല്യൂവിൽ വിത്ത് റെസ്പെക്റ്റ് ഓരോന്ന് ചെയ്യാം. അതുവരെ തന്നെ സിമിലർലി സെറ്റ് അല്ലേ. ഇപ്പം നമ്മളിവിടെ എക്സ് നോക്കാം, എക്സിനെ വിത്ത് റെസ്പെക്റ്റ് യുവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് 1 കിട്ടും. അതേമാതിരി തന്നെ ഈ എക്സിന് തന്നെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് വിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. ഇവിടെ ഡബ്ല്യുവിൻ്റെ ടേം ഉണ്ടോ, ഇല്ല. സോ വിത്ത് റെസ്പെക്റ്റ് അത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 0 കിട്ടും അല്ലേ. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്യാണ്, വൈനെ വിത്ത് റെസ്പെക്റ്റ് യുവിൽ ചെയ്യാം. അപ്പോൾ അവിടെ യുവിൻ്റെ ടേം ഇല്ല. സോ 2v എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫോമിലാണ്. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ യു സിക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും, 0 എന്ന് പറയാൻ പറ്റും അല്ലേ. അതേമാതിരി നെക്സ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് ഡോ വൈ ഡിവൈഡഡ് ബൈ ഡോ വി വിച്ച് ഇംപ്ലൈസ് ദാറ്റ് ഇസ് ഇക്വൽ ടു 2. റിമൈനെ ബാക്കി എല്ലാതും നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് എന്ന് പറയുന്ന ഫോമിൽ കിട്ടി. ഇനി നമുക്ക് 1 ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് മൈനസ് 1 ഇൻറ്റു ഈ റോയും കോളും ഒഴിവാക്കിയിട്ട് ഡിറ്റർമിനൻ്റ് ഓഫ് ദിസ് ആൻഡ് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ. അങ്ങനെ ജനറൽ വേയിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാം. സോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് അല്ലാതെ എക്സാമിന് ടൈം കൺസ്യൂമിങ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെട്രിക്സ് ഇവിടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന ഒരു മെട്രിക്സ് ആണ്, മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ആണല്ലോ. സോ ഈ മെട്രിക്സിൻ്റെ എന്ന് പറയുന്നത് ഡയഗണൽ എൻട്രീസ്, അതായത് ഈ ഒരു എൻട്രീസ് വരുന്നതിനെയാണ് നമ്മൾ ഡയഗണൽ എൻട്രീസ് എന്ന് പറയാം. ഡയഗണൽ എൻട്രീസിന് തൊട്ട് താഴെയുള്ളത് അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ഫോമിൽ അപ്പർ ട്രയാങ്കുലർ, ഈ ഒരു മെട്രിക്സ് എന്ന് പറഞ്ഞാൽ അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിൻ്റെ ഫോമുല വന്നിരിക്കുന്നത്. അതായത് താഴെയുള്ള എല്ലാ എലമെൻറ്റ്സും 0 ഇങ്ങനെ വരികയാണെങ്കിൽ, ഈ ഒരു ഫോമിൽ വരികയാണെങ്കിൽ, അതായത് ഡയഗണൽ എലമെൻറ്റ്സ് അതിന് തൊട്ട് താഴെയുള്ളത് എല്ലാതും 0 അങ്ങനെയുള്ള ഒരു ഫോമിൽ വരികയാണെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻ്റ് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൊഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ്. പ്രൊഡക്റ്റ് ഓഫ് ദി ഡയഗണൽ എൻട്രീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ ഡയഗണൽ എൻട്രീസ് ഏതൊക്കെ വരുന്നത്, 1 ഇൻറ്റു 2 ഇൻറ്റു 3. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു 6 എന്ന് ഡയറക്റ്റ്ലി കിട്ടും. സോ എക്സാമിന് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് ഏറ്റവും ലീസ്റ്റ് ടൈം കൺസ്യൂമിംഗ് ആയിട്ട് അങ്ങനെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, ഇനി അപ്പം നമുക്ക് ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു സിക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 6 എന്ന് കിട്ടി അല്ലേ. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, നമ്മൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് എക്സ് വൈ സെഡിലുള്ള ലിമിറ്റ്സ് ആണ് തന്നിട്ടുള്ളത്. അതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം, യു വി ഡബ്ല്യു എന്ന് പറയുന്ന ലിമിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് സെഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഏറ്റവും ലാസ്റ്റ് കിടക്കുന്നത് സെഡ്. സോ കറസ്പോണ്ടിങ് ഇൻ്റർവൽ. അപ്പോൾ സെഡ് എവിടെ തൊട്ട് എവിടെ വേരി ചെയ്യണം, 3 <0 < z < 3 എന്ന് പറയുന്നത്. നെക്സ്റ്റ്
നെക്സ്റ്റ് വൈ അല്ലേ, വൈ എന്ന് എവിടെ മുതൽ എവിടെ വരെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് പറയുന്നത്. നെക്സ്റ്റ് ലിമിറ്റ് ഏതിൻ്റെയാ, എക്സിൻ്റെ. എക്സ് എവിടെ തൊട്ട് എവിടെ വരെയാ, y/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് വിച്ച് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു y/2 + 1 അല്ലേ. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടിയിട്ടുള്ളത്, ഇൻ്റഗ്രേഷൻ, റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ദ XYZ സ്പേസ് എന്ന് പറയുന്നത് അല്ലേ. XYZ സ്പേസിലുള്ള റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ആണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, റീജിയൻ ഓഫ് ഇൻ്റഗ്രേഷൻ ഇൻ ദി UVW പ്ലെയിൻ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഓരോന്നിൻ്റെയും അതായത് ഡി എന്ന് പറയുന്ന റീജിയൻ ഇൻ ദ XYZ പ്ലെയിനിലുള്ള ആ റീജിയൻ്റെ ഓരോ ബൗണ്ടറി പ്ലെയിൻസും നമ്മൾ എഴുതി വയ്ക്കുക. ബൗണ്ടറി പ്ലെയിൻസ് എഴുതി വയ്ക്കുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് x = y/2 ഇവിടെ നിന്ന് എന്ത് പറയാൻ പറ്റും, നമുക്ക് x = y/2 + 1. ഇതിൽ നിന്ന് y = 0 ആൻഡ് y = 4. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമുക്ക് z = 0 ആൻഡ് z = 3. ഇതായിരുന്നു നമ്മുടെ എന്ത് പറയുന്നത് ഗിവൻ റീജിയൻ്റെ ബൗണ്ടറീസ് വരുന്നത്. ഇനി നമുക്കത് ഇതിനെ നമുക്ക് എന്തിൻ്റെ ടേംസിലോട്ട് എഴുതണം, അതായത് ഈ റീജിയൻസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാം. എങ്ങോട്ട്, UVW പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യാം. അങ്ങനെ UVW പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്യുന്ന സമയത്ത് നമുക്കിത് എങ്ങോട്ട് മാറിപ്പോകുന്നു, അതായത് എന്താണ് അവിടെ കിട്ടുന്ന ബൗണ്ടറീസ് എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലൊക്കെ എക്സിനെയും വൈനെയും സെഡിനെയും ഇൻ ടേംസ് ഓഫ് നമ്മൾ എന്ത് എഴുതി വെച്ചിട്ടുണ്ട്, UVW എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം, എക്സിൻ്റെ സ്ഥാനത്തും വൈൻ്റെ സ്ഥാനത്തൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് സോൾവ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ബൗണ്ടറി ലൈൻസിൻ്റെ അതായത് UVW പ്ലെയിനിലുള്ള ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെ ലിമിറ്റ്സ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പോവാണ്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്നത് ഏതാണ് എടുക്കുന്നത്, x = y/2 എന്നുള്ളത് എടുക്കാം. സോ നമ്മൾ എക്സിനെ എങ്ങനെയാണ് യുവിൻ്റെയും വിൻ്റെയും ടേംസിൽ റെപ്രസ് ചെയ്തിരുന്നത്, x = u + v എന്നല്ലേ. അതേമാതിരി തന്നെ നമ്മൾ അടുത്തത് എടുത്തിരുന്നത് ഏതായിരുന്നു, y = 2v എന്ന് പറയണം. എൻ്റെ z = 3w എന്നായിരുന്നു എടുത്തത്. സോ നമ്മളിവിടെ x = y/2 എന്ന് പറഞ്ഞു അല്ലേ. അത് പ്രകാരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും, u + v which is equal to 2v divided by 2 എന്ന് പറയുന്നത്. സോ 2 ക്യാൻസൽ ചെയ്തിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും, u + v is equal to v എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. ഇനി ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, u = v - v which is equal to 0. ദാറ്റ് ഈസ് വി ഗെറ്റ് ദ ഇക്വേഷൻ u = 0. ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടി, u = 0 എന്ന് പറയുന്നത് അല്ലേ. ഇനി നമ്മൾ നെക്സ്റ്റ് എടുക്കുകയാണ് എന്ത്, x = y/2 + 1 എന്ന് പറയുന്നത് എടുക്കുക. സോ x = y/2 + 1 എന്ന് എടുക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, അതായത് u + v which is equal to y/2 എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ കിട്ടിയിരുന്നത്, y/2 2v divided by v + 1 എന്ന് പറയുന്നത്. സോ v കൂടി നമുക്ക് എന്ത് ചെയ്ത് പോകും, 2v divided by 2 ആണ്. സോ 2ഉം 2 കൂടി നമുക്ക് ക്യാൻസൽ ചെയ്ത് പോകാം. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് നമുക്ക് u + v = v + 1 എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് u = v + 1 - v v കൂടി ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് u = 1 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. എന്ത് കിട്ടി, u = 0 എന്ന് പറയുന്നതും u = 1 എന്ന് പറയുന്നതും. സോ യുവിൻ്റെ ലിമിറ്റ് നമുക്ക് എവിടെ നിന്ന് മുതൽ എവിടെ വരെയാണെന്ന് പറയാം, 0 ലെസ് ദാൻ ഓർ u ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണ്. സോ u 0 മുതൽ 1 വരെയാണ് വേരി ചെയ്യുന്നത് എന്നുള്ള നമുക്ക് കാര്യം കിട്ടി. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് എടുക്കുന്നത് y = 0 എന്ന് പറയുന്നത്. y = 0 എന്ന് പറയുമ്പോൾ y നമ്മൾക്ക് എന്താ എഴുതിയിരുന്നത്, 2v അല്ലേ. ഇപ്പോൾ 2v = 0 വിച്ച് ഇംപ്ലൈസ് ദാറ്റ് വി ഗെറ്റ് v = 0. നെക്സ്റ്റ് വി ടേക്കിംഗ് y = 4. Therefore we taking 2v = 4 which implies that v = 4/2 which implies that it is equal to 2. So therefore v is equal to 2 എന്ന് പറയുന്നത്. So we get the limit of v. So here v can varies from 0 to 2. Therefore we can write 0 less than or equal to v less than or equal to 2. Therefore the limit of v is varies from 0 to 2. Therefore we get the limits of 0 is 0 less than or equal to v less than or equal to 2. Next we taking the next pair of equations, z is equal to 0 and z is equal to 3. If we are taking z is equal to 0 which implies that
we get z is equal to 3w. So 3w is equal to 0, which implies that w is equal to 0. And next we take in z is equal to 3. So z is equal to 3, which implies that 3w is equal to 3, which implies that w is equal to 3 by 3, which is equal to 1. Therefore we get w is equal to 1. Therefore we can say that w which is also varies from 0 to 1. Therefore the integrating limit of w which will be from 0 to 1. Therefore we can say that 0 less than or equal to w less than or equal to 1. So these are the region of integration of g in the UVW space, that is 0 less than or equal to u less than or equal to 1, and 0 less than or equal to v less than or equal to 2, and 0 less than or equal to w less than or equal to 1, which is the region of integration in the UVW plane. Therefore our integral 0 to 3, integral 0 to 4, integral x varies from y by 2 to y by 2 plus 1 to x minus y by 2 plus z by 3 dx dy dz, which will imply that triple integral over the region D 2x minus y by 2 plus z by 3 dx dy dz. Okay, by the equation, by using that equation substitution in triple integrals, we can write it into f of the transformating function into Jacobian of UVW into u du dv dw. Okay, അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് by using the equation we can get this. Okay, ഇവിടെ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തുകൂടിയും വേണം, അതായത് നമ്മുടെ ഈ ഒരു ഗിവൺ ഫംഗ്ഷനെ 2x മൈനസ് വൈ ബൈ 2 പ്ലസ് z ബൈ 3 എന്ന് പറയുന്ന ഫംഗ്ഷനെ ഇൻ ടേംസ് ഓഫ് u ആൻഡ് v കൂടി നമ്മൾ കണ്ടുപിടിക്കണം. സോ അത് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ വി ക്യാൻ computing that by using that transformation. So 2 into x-ന് പകരം നമ്മൾ എന്ത് കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, u പ്ലസ് വി മൈനസ് വൈക്ക് പകരം 2v whole divided by 2. So which plus z by 3. Z is equal to 3w divided by 3. So which implies that 2u plus 2v minus 2v whole divided by 2 plus 3 ക്യാൻസൽ ചെയ്ത് പോയിട്ട് ബാക്കി നമുക്ക് എന്ത് വരും, w എന്നുണ്ടായിരിക്കും. സോ ഈ ഒരു 2v മൈനസ് 2vയോടെയും ക്യാൻസൽ ചെയ്ത് പോകും. സോ നമുക്ക് എന്ത് കിട്ടും, 2u ഡിവൈഡഡ് ബൈ 2 പ്ലസ് w എന്ന് വരും. 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് വിച്ച് ഇംപ്ലൈസ് ദാറ്റ് u പ്ലസ് w എന്ന് വരും അല്ലേ. അപ്പോൾ ആ ഒരു ഗിവൺ ഫംഗ്ഷനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു, u പ്ലസ് w എന്നുള്ളതിലോട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഇൻ പ്ലേസ് ഓഫ് ദാറ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, അതായത് ഇത് കോർഡിനേറ്റ് അതായത് എക്സ് വൈ സെഡ് കോർഡിനേറ്റ് പ്ലെയിനിലായിരുന്നു, അതിനെ നമ്മൾ എങ്ങോട്ട് കൺവേർട്ട് ചെയ്തു, യു വി ഡബ്ല്യു പ്ലെയിനിലോട്ട് ട്രാൻസ്ഫോം ചെയ്തു. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത സമയത്ത് നമുക്ക് കിട്ടുന്നത് യു പ്ലസ് ഡബ്ല്യു ഇൻറ്റു ഡിറ്റർമിനൻ്റ് ഓഫ് ജാക്കോബിയൻ ഓഫ് യു വി ഡബ്ല്യു ഇൻറ്റു ഡി യു ഡി വി ഡി ഡബ്ല്യു എന്ന് പറയുന്നായിരുന്നു അല്ലേ. ഇനി നമുക്കതിൻ്റെ ഓരോന്നിൻ്റെ ലിമിറ്റ് കൊടുത്ത് എഴുതാം. കാരണം ലിമിറ്റ് നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡബ്ല്യു എന്ന് പറയുന്നത് എവിടെ മുതൽ എവിടെ വരെയായിരുന്നു വേരി ചെയ്യുന്നത്, 0 to 1, ആൻഡ് വി എന്ന് പറയുന്നത് 0 to 2, ആൻഡ് യു എന്ന് പറയുന്നത് 0 to 1. u plus w into Jacobian determinant modulus of Jacobian of u comma w u comma v comma w. ജാക്കോബിയൻ നമ്മൾ ഓൾറെഡി കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു 6, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാണ്, ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പോർഷനാണ് വിത്ത് റെസ്പെക്ട് ടു യുവിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ 6 കോൺസ്റ്റൻ്റ് ആണ്, 6നെ പുറത്തേക്ക് എടുത്തു. ഇനി നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, u സ്ക്വയർ ബൈ 2 പ്ലസ് w ഇൻറ്റു യു വിത്തിൻ ദ ലിമിറ്റ് 0 to 1 വരും അല്ലേ. ഓക്കെ, നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 6 ഇൻറ്റു 1/2 പ്ലസ് യുവിനാണ് നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത്, പ്ലസ് w എന്ന് വരും, മൈനസ് നമുക്ക് എന്ത് വരും, 0 കൊടുക്കുന്ന സമയത്ത് ബാക്കിയുള്ള ടേം മൊത്തത്തിൽ 0 ആയിട്ടായിരിക്കും നമുക്ക് വരും. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും, ഇംപ്ലൈസ് ദാറ്റ് 6/2 പ്ലസ് 6w എന്ന് വരും. ഓക്കെ, അപ്പോൾ 6/2 പ്ലസ് 6w എന്ന് വരും. നമ്മൾ അതെന്ത് ചെയ്യാണ്, അത് ചെയ്യുമ്പോൾ നമുക്ക് വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, 3 പ്ലസ് 6w എന്ന് വരും. സോ ഈ ഒരു പ്ലേസിൽ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, 3 പ്ലസ് 6w എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എങ്ങനെ വരും, ഇൻ്റഗ്രൽ 0 to 2 v ആണ് വേരി ചെയ്യുന്നത്. നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്
3 പ്ലസ് 6w വിത്ത് റെസ്പെക്റ്റ് നമ്മൾ വിയിലാണ് ചെയ്യുന്നത്. സോ നമ്മളത് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 3v പ്ലസ് 6w എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 2. നമ്മൾ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ 6 പ്ലസ് 12w എന്ന് വരും, ദെൻ മൈനസ് 0 എന്ന് വരും. ഓക്കെ, ഇപ്പം നമുക്ക് അടുത്തത് 6 പ്ലസ് 12w എന്ന് വരിക. ഇനി നമ്മൾ അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് എന്ത് വരും? 0 to 1 6 പ്ലസ് 12w എന്ന് നമുക്ക് വരും. ഇനി അതിനെ വിത്ത് റെസ്പെക്റ്റ് നമ്മൾ ഡബ്ല്യൂവിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് 6w പ്ലസ് 12w² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ഇത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് 6 വരും. സോ നമുക്ക് എന്ത് വരും? 6w പ്ലസ് w² എന്ന് വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 1 എന്ന് വരും. ഇനി നമ്മൾ അത് ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് 6 into 1 പ്ലസ് 1 എന്ന് വരുന്നുണ്ട്. ഓക്കെ, എവിടെയോ ഒരു എറർ പറ്റിപ്പോയി. എവിടെയാണ് പറ്റിപ്പോയെന്ന്? ഓക്കെ, നമുക്ക് 6 കോമൺ ആണ്, കോൺസ്റ്റൻ്റ് ആണ്. 6നെ ഔട്ട് സൈഡ് നിർത്തി then ഇൻറ്റഗ്രൽ 0 to 1 u പ്ലസ് w. ഇത് ചെയ്യുമ്പോൾ u² / 2 പ്ലസ് w എന്ന് വരും. നമ്മൾ ലിമിറ്റ് കൊടുക്കുന്ന സമയത്ത് ഇത് 1/2 പ്ലസ് w എന്ന് വരും. ഇനി നമ്മളിതിനെ വിത്ത് റെസ്പെക്റ്റ് വിയിൽ ചെയ്യാം. വിയിൽ ചെയ്യുമ്പോൾ നമുക്ക് 1/2 v പ്ലസ് w എന്ന് വരും. വിത്തിൻ ദ ലിമിറ്റ് 0 to 2 ആയിരുന്നു. സോ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ 1 പ്ലസ് 2w എന്ന് നമുക്ക് വരും. വൺ പ്ലസ് 2w. ഇനി ഇതിനെ നമ്മൾ വിത്ത് റെസ്പെക്റ്റ് ടു ഡബ്ല്യൂവിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് w പ്ലസ് w² വരും വിത്തിൻ ദ ലിമിറ്റ് 0 to 1 വരും. സോ അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് വരും? അതായത് 1 പ്ലസ് 1 മൈനസ് 0 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു 2 എന്ന് വരും. ദെൻ പുറത്തുള്ള 6 കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് 6 into 2 is equal to നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. ഓക്കെ, അത്രയാണ് ആൻസർ. എന്നാൽ ഫസ്റ്റ് ഞാൻ ഇവിടെ പറഞ്ഞു വന്നപ്പോൾ ഒരു എറർ പറ്റിയതാണ്. സിമ്പിളായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നോക്കുക. സെക്കൻഡ് പാർട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ അതെന്ത് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? 12 എന്ന് കിട്ടി. സോ അതായിരുന്നു നമ്മുടെ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കിട്ടുമ്പോൾ. ഓക്കെ.